മറ്റൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. മുസ്ലിം ലീഗുമായി നിർണായക കൂടിക്കാഴ്ചയ്ക്കൊരുങ്ങുകയാണ് രമേശ് ചെന്നിത്തല. ജാമിയ നൂരിയ സമ്മേളനത്തിന്റെ പാണക്കാട് സാദിഖ് അലി തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി എന്നിവരുമായി ചർച്ച നടത്തും. ലീഗിന്റെ പിന്തുണ ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. കോൺഗ്രസിലെ നേതൃമാറ്റ ചർച്ചകൾക്കിടയിലാണ് കൂടിക്കാഴ്ചയെന്നതും ശ്രദ്ധേയമാണ്. അഷ്കർ അലി കരിമ്പ ചേരുന്നു വിശദാംശങ്ങളുമായി. അഷ്കർ, സാമുദായിക സംഘടനകളെ പ്രത്യേകിച്ച് NSS, SNDP യോഗത്തിന്റെ ഒക്കെ പിന്തുണ രമേശ് ചെന്നിത്തല ഉറപ്പാക്കിയിരുന്നു. കഴിഞ്ഞ ദിവസം അവരുടെ പരിപാടികളിലൊക്കെ പങ്കെടുക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇന്നിപ്പോൾ സമ്മേളനത്തിൽ, ജാമിയ നൂരിയ സമ്മേളനത്തിൽ രമേശ് ചെന്നിത്തല എത്തുന്നതും ഏറെ ശ്രദ്ധേയമാണ്. അത് ലീഗിന്റെ ഒരു ക്ഷണം അല്ലെങ്കിൽ ലീഗിന്റെ ഒരു പിന്തുണയോടെയാണ് എന്ന് നമുക്ക് അറിയുകയും ചെയ്യാം. ഈ സാഹചര്യത്തിൽ കൂടിയാണ് നിർണായകമായ കൂടിക്കാഴ്ച, ലീഗിന്റെ മുതിർന്ന നേതാക്കളുമായുള്ള ചർച്ച. ഇതിനെ നമ്മൾ എങ്ങനെ രാഷ്ട്രീയമായി വിലയിരുത്തണം? വിനിത, പട്ടിക്കാട് ജാമിയ നൂരിയയിലേക്ക് രമേശ് ചെന്നിത്തല എത്തുന്നത് തന്നെ മുസ്ലിം ലീഗിന്റെ താല്പര്യപ്രകാരമാണ്. അല്ലെങ്കിൽ ലീഗ് നേതാക്കൾക്കടക്കം പ്രിയപ്പെട്ടവനായിട്ടാണ് രമേശ് ചെന്നിത്തല എത്തുന്നത് എന്നുള്ള വാർത്ത നേരത്തെ പുറത്തു വന്നിരുന്നു. ഇന്നിപ്പോൾ മുസ്ലിം ലീഗ് നേതാക്കൾ മാധ്യമങ്ങളെ കണ്ടപ്പോൾ നമ്മൾ ഈ കാര്യം ചോദിച്ചെങ്കിലും അത് ഓരോ വർഷവും കോൺഗ്രസ് നേതാക്കൾ മാറി മാറി വരാറുണ്ട്. കഴിഞ്ഞ തവണ VD സതീശൻ വന്നു, ഇത്തവണ രമേശ് ചെന്നിത്തല വരുന്നു, അത്രയേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് അതിനെ വായിക്കേണ്ട എന്ന് ലീഗ് നേതാക്കൾ പരസ്യമായി പറഞ്ഞെങ്കിൽ പോലും ലീഗ് നേതാക്കളുടെ മനസ്സിലൊക്കെ തന്നെ അത്തരത്തിലൊരു പ്രിയം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് വ്യക്തം. ഇന്നിപ്പോൾ രമേശ് ചെന്നിത്തല ജാമ്യയിലേക്ക് എത്തുമ്പോൾ അനൗപചാരികമായിട്ടെങ്കിലും ഇന്ന് ലീഗ് നേതൃത്വമായുള്ള ഒരു കൂടിക്കാഴ്ച കൂടി അവിടെ നടക്കാൻ പോകുന്നു. ഇന്ന് വൈകുന്നേരം 6:30 ഗരീബ് നവാസ് എന്ന ഒരു സെഷൻ പട്ടിക്കാട് ജാമിയ നൂരിയ സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കുന്നത്. MK മുനീർ അധ്യക്ഷനായ ഈ സെഷന്റെ ഉദ്ഘാടനമാണ് രമേശ് ചെന്നിത്തല നിർവഹിക്കുന്നത്. പക്ഷേ ഈ സെഷന്റെ മുന്നോടിയായി തന്നെ പാണക്കാട് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുമായും അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള PK കുഞ്ഞാലിക്കുട്ടിയുമായും രമേശ് ചെന്നിത്തല കൂടിക്കാഴ്ച നടത്തുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ നിർണായകമായ ഒരു രാഷ്ട്രീയ നീക്കമായി തന്നെ അത് വിലയിരുത്തേണ്ടി വരും. നേരത്തെ തന്നെ മുസ്ലിം ലീഗിന്റെ പിന്തുണ രമേശ് ചെന്നിത്തലയ്ക്കാണ്, ഇല്ലെങ്കിൽ കോൺഗ്രസിലെ നേതൃമാറ്റ ചർച്ചയിൽ പ്രിയം ചെന്നിത്തലയോടെയാണ് എന്നുള്ള ഒരു വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതിനെ സ്ഥിരീകരിക്കത്തക്ക വിധത്തിൽ, ഇല്ലെങ്കിൽ അതിനെ സാധൂകരിക്കത്തക്ക വിധത്തിൽ രമേശ് ചെന്നിത്തലയും ലീഗ് നേതാക്കളുമുള്ള ഒരു നിർണായക കൂടിക്കാഴ്ച തന്നെ അതിനെ വിലയിരുത്തേണ്ടി വരും. അതിനോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തലയുടെ ഇനിയുള്ള മുന്നോട്ട് പോക്കിലേക്ക്, മുന്നോട്ടുള്ള രാഷ്ട്രീയ നീക്കങ്ങളിലേക്കൊക്കെ തന്നെ ലീഗിന്റെ പിന്തുണ ആർജിച്ചെടുക്കാൻ വേണ്ടിയുള്ള, അല്ലെങ്കിൽ ലീഗിന്റെ പിന്തുണ ഉറപ്പാക്കാൻ കൂടിയുള്ള രമേശ് ചെന്നിത്തലയുടെ നീക്കമായി കൂടി ആ കൂടിക്കാഴ്ച വിലയിരുത്തേണ്ടി വരികയും ചെയ്യും. നേരത്തെ പാണക്കാട് എത്തിക്കൊണ്ട് സാദിഖ് അലി തങ്ങളെയും കുഞ്ഞാലിക്കുട്ടിയും കാണാനായിരുന്നു രമേശ് ചെന്നിത്തലയുടെ നീക്കം. പക്ഷേ സാദിഖ് അലി തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും ഇന്ന് രാവിലെ മുതൽ തന്നെ പട്ടിക്കാട് ജാമിയ നൂരിയ സമ്മേളന നഗരിയിലാണുള്ളത്. അതുകൊണ്ട് കൂടിക്കാഴ്ച പിന്നീട് അങ്ങോട്ടേക്ക് മാറ്റുകയായിരുന്നു. ഔദ്യോഗികമായി അവർ പങ്കെടുക്കുന്ന പരിപാടി, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല പങ്കെടുക്കുന്ന പരിപാടിയിൽ ലീഗിൽ നിന്നുള്ള, അല്ലെങ്കിൽ അത്ര പുറത്തു നിന്നുള്ള ഒരു അതിഥി എന്ന് പറയുന്നത് അത് മുസ്ലിം ലീഗിന്റെ മുതിർന്ന നേതാവ് കൂടിയായിട്ടുള്ള MK മുനീറാണ്. പക്ഷേ അതിനപ്പുറത്തേക്കാണ് ആ പരിപാടിക്ക് മുമ്പ് തന്നെ ഇത്തരത്തിലൊരു കൂടിക്കാഴ്ച ലീഗ് നേതൃത്വമായി ഇപ്പോൾ ധാരണയിലായിരിക്കുന്നത്. വൈകുന്നേരം 5:30 തന്നെ അത്തരം ഒരു കൂടിക്കാഴ്ച നടക്കുമെന്നാണ് ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതെന്ത് തന്നെയായാലും നിർണായകമായ ഒരു രാഷ്ട്രീയ നീക്കമായി തന്നെ ആ കൂടിക്കാഴ്ച വിലയിരുത്തണം വിനീത. മാത്രവുമല്ല, ഈ ജാമിയ നൂരിയ സമ്മേളനത്തിൽ മുൻപ് VD സതീശൻ പ്രതിപക്ഷ നേതാവിനും ക്ഷണമുണ്ടായിരുന്നതാണ്. ഇത്തവണ അദ്ദേഹത്തിനല്ല ക്ഷണം എന്നതും ശ്രദ്ധേയമാണ്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഈ കൂടിക്കാഴ്ചയെ നമ്മൾ കാണേണ്ടത്. അതായത് രമേശ് ചെന്നിത്തലയ്ക്ക് കൂടുതൽ പ്രിയമേറുന്നു UDF-ൽ എന്ന് വേണമോ മനസ്സിലാക്കാൻ? പ്രത്യേകിച്ച് പ്രധാന ഘടകകക്ഷിയായി ലീഗ് കൂടി പിന്തുണയ്ക്കുമ്പോൾ ചെന്നിത്തല കൂടുതൽ കരുത്തനായി മാറുകയല്ലേ? വിനീത, ചെന്നിത്തല കരുത്താർജിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നേരത്തെ NSS-ൻ്റെയും പിന്നെ SNDP-യുടെയും ഒക്കെ പിന്തുണ ആർജിച്ചെടുക്കുകയും അവരോടൊപ്പമുള്ള വേദി പങ്കിടലുകളും ഉദ്ഘാടനങ്ങളൊക്കെ തന്നെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. തൊട്ടു പിന്നാലെയാണ് സമസ്തയുടെ വേദിയിലേക്ക്, അല്ലെങ്കിൽ സമസ്ത നേരിട്ട് നടത്തുന്ന സ്ഥാപനമായ പട്ടിക്കാട് ജാമിയ നൂരിയയുടെ സമ്മേളനത്തിലേക്ക് ഉദ്ഘാടകനായി രമേശ് ചെന്നിത്തല എത്തുന്നത്. കഴിഞ്ഞ തവണ VD സതീഷനായിരുന്നു. VD സതീഷ് മാത്രമല്ല, ശശി തരൂരും K മുരളീധരൻ അടക്കമുള്ള പല കോൺഗ്രസ് നേതാക്കളും പല ഘട്ടങ്ങളിലായി, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല അടക്കമുള്ള ഒരു ജാമിയ സമ്മേളനത്തിന്റെ വേദിയിലെത്താറുണ്ട്. പക്ഷേ ഇത്തവണ കോൺഗ്രസിലെ നേതൃമാറ്റ ചർച്ചകൾ, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയാണോ VD സതീഷാണോ എന്നുള്ള ചോദ്യം ബലപ്പെടുകയും അത്തരത്തിലുള്ള ഒരു ചേരിതിരിവ് കോൺഗ്രസിൽ തന്നെ രൂപപ്പെടുകയും അത്തരം രാഷ്ട്രീയ നീക്കങ്ങൾ സജീവമാവുകയും ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് രമേശ് ചെന്നിത്തല ജാമ്യയിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ അത് വലിയ വാർത്തകൾ ഇടം പിടിക്കുകയും ചെയ്തു. മാത്രമല്ല, ജാമ്യയുടെ പ്രസിഡന്റ്, ഇല്ലെങ്കിൽ അതിലെ പ്രോഗ്രാം ലിസ്റ്റ് തയ്യാറാക്കി ആരൊക്കെ വേദിയിൽ പങ്കെടുക്കണമെന്ന് തീരുമാനിക്കുന്ന ജാമ്യ കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ്. അതിന് സെക്രട്ടറി
മുസ്ലിം ലീഗിന്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറി അബ്ദുൽ ഹമീദ് മാസ്റ്ററാണ്. അതുപോലെ തന്നെ പി കെ കുഞ്ഞാലിക്കുട്ടി, മുഹമ്മദ് ഹുസൈൻ തങ്ങളും അടക്കം ലീഗിന്റെ മുതിർന്ന നേതാക്കൾ ആ കമ്മിറ്റിയിലുണ്ട്. സമസ്തയുടെ മുഷാവർ അംഗങ്ങളടക്കം ആ കമ്മിറ്റിയിലുണ്ട്. സംസ്ഥാന അധ്യക്ഷൻ ജിഫ്രി മുത്തുക്ക തങ്ങളടക്കമുള്ള കമ്മിറ്റിയാണ്. അത്തരത്തിലുള്ള ഒരു കമ്മിറ്റി രമേശ് ചെന്നിത്തല ആ വേദിയിലേക്ക് എത്തിക്കുമ്പോൾ പ്രത്യേകിച്ച് കോൺഗ്രസിലെ ആരാണ് താക്കോൽ സ്ഥാനത്തേക്ക് എത്തുന്നത് എന്നുള്ള ചർച്ചകളും മുഖ്യമന്ത്രി ചർച്ചകൾ വരെ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ രമേശ് ചെന്നിത്തല അവിടേക്ക് അതിഥിയായി ക്ഷണിക്കപ്പെടുമ്പോൾ തന്നെ അത് ലീഗിന്റെ താല്പര്യം സംസ്ഥയുടെ താല്പര്യമായി വലിയ ചർച്ചകൾ ഇടമുടിച്ചിരുന്നു. അതിനുശേഷമാണ് 11-ാം തീയതി നടക്കുന്ന മഞ്ചേരിയിലെ ജാമിയ ഇസ്ലാമിയ എന്ന SKSF മലപ്പുറം ജില്ലാ കമ്മിറ്റി നടത്തുന്ന സ്ഥാപനത്തിന്റെ ഉദ്ഘാടന സമ്മേളനത്തിലെ ഉദ്ഘാടകനായും രമേശ് ചെന്നിത്തല എത്താൻ പോകുന്നത്. അങ്ങനെ സമസ്തയ്ക്ക് പ്രിയപ്പെട്ടവനായി ലീഗിന് പ്രിയപ്പെട്ടവനായി ചെന്നിത്തല മാറുന്നു. ആ രീതിയിൽ ചെന്നിത്തല കോൺഗ്രസിനകത്തും സാമുദായിക സമവാക്യങ്ങൾക്കിടയിലും കരുത്താർജിക്കുന്നു എന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയമായി വിലയിരുത്തപ്പെടുന്നത്. ശരി, അഷ്കർ അലി കരിമ്പയാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും മുഖ്യമന്ത്രി